പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ എടവണ്ണപ്പാറ ജലാലിയ തടായി ആകെ മാറി മറിയാൻ പോവാട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ കണ്ടോളി, നമ്മളെ തടായി ആർക്കും വേണ്ടാത്തൊരു സ്ഥലേ. ഇപ്പം അതാ ജലാലിയയിൽ കയറുമ്പോൾ തന്നെ തെർസീലിയ അറബി കോളേജ് കണ്ട ഒന്ന്, രണ്ടാമത്തെ ഇന്റർലോക്കിന്റെ കട രണ്ട്, പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോളി നിങ്ങൾ ജലാലിയ എടവണ്ണപ്പാറയുടെ ചെറിയൊരങ്ങാടിയായി മാറി മറിയാൻ പോവാം. എടവണ്ണപ്പാറയുടെ ചെറിയൊരങ്ങാടി, അതായത് ഇവിടെ നമ്മൾ പറയപ്പെടുന്ന ജലാലിയ തടായി എന്നാണ്. അപ്പോൾ ഇവിടെ ജലാലി സ്കൂളുണ്ടായതുകൊണ്ട് ജലാലിയ തടായി എന്നാണ് ഇപ്പം ഇവിടെ പറയുന്നത്. ഈ വരും ദിവസങ്ങൾ പേര് മാറും അറിയില്ല. കണ്ടോളി, ഇതാ റസീദിയ അറബി കോളേജ് ഒന്ന്, നമ്മളതാ ജലാലിയ സ്കൂള്, ജലാലിയ മസ്ജിദ് രണ്ട്, ഇവിടെ നമ്മളെ മലമുകളിലെ തട്ടുകട രണ്ട്, ഇത് ജലാലിയ മസ്ജിദ് ആട്ടോ. കണ്ടോളി, ഇതാ ഇതൊരു സിറ്റിനായി മറിയാൻ പോവാം. നോർത്ത് സിറ്റി എന്ന് പറഞ്ഞ മാതിരി ഒരു സിറ്റിനായി വരാൻ പോവാണ്. അപ്പോൾ കണ്ടോളിട്ടോ, ഇത് നമ്മളെ ചാലിയാർ ഓഡിറ്റോറിയം ഇടത്തെ ഭാഗത്ത്. വലത്തെ ഭാഗത്ത് ഇവിടെ വരുന്നത് എന്തോ ഒരു ഇതാ സ്ലാബും മത്തിയിൽ എന്ന് പറഞ്ഞാൽ സേഫ് ലാൻഡ് എന്തോ ഒരു സംഭവമാണ് വരുന്നത്. അത് വന്നാണ് ഇത് നമ്മളെ വെള്ളത്തിൻ്റെ ഒക്കെ എന്തോ ഒരു സംഭവമാണ്. ഇത് അവിടെ വന്ന് ഇവിടെ ഓപ്പൺ ആയിന്. പിന്നെ ഇതാ ഇത് ചാലിയാർ ഓഡിറ്റോറിയം രണ്ട്, അവിടെ ഇപ്പം അത്യാവശ്യം എടവണ്ണപ്പാറ പരിധിയിൽ ഏറ്റവും നല്ല ഓഡിറ്റോറിയമാണ്, അത്യാവശ്യം മോശം ചെയ്യാത്ത ഓഡിറ്റോറിയമാണ്. പിന്നെ മൂന്നാമത് നമ്മുടെ വേറെ എന്തൊരു സംഭവം, ഇത് ചായക്കട എന്നാണ് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഏതൊക്കെ പണി നടന്നുകൊടുക്കുകയാണ്. മൂന്നാമത്തത് വേറൊരു മന്തി ഹോട്ടലാന്നാണ് പറഞ്ഞു കൊടുക്കുന്നതാ. ഒരു ഒന്ന് ഇവിടെ ഹോട്ടൽ ഉണ്ടല്ലേ, അവിടെ ഗ്യാസിൻ്റെ വണ്ടി ആയതുകൊണ്ട് കാണാൻ കഴിയണില്ല, ഒന്ന് തെളിയിച്ച് കാണിച്ചു തരാം. ഇതാ ഒരു ഹോട്ടലെന്നാണ് പറഞ്ഞു, അതിന് ബോർഡൊക്കെ വെച്ചിട്ടാണ് ഉണ്ടല്ലേ, ഒരു ഹോട്ടലെന്നാ മന്തി കട. പിന്നെ മൂന്നാമത് വെച്ചാൽ ഇവിടെ ഇന്റർലോക്കിന്റെ കട വേറെ ഒന്നുകൂടി വന്നാണ് അല്ലേ, ഇത് കുറച്ച് മുന്നേ വന്നാണ് കണ്ടങ്ങള് ഇന്റർലോക്ക്. പിന്നെ ഇങ്ങനെ തിരിഞ്ഞാൽ നമ്മളെ ഗ്യാസിന്റെ ഗോഡൗണ് ഇവിടെ പണിക്കാരൻ്റെ അല്ലേ, ഗ്യാസ് അത് എന്നോ വന്ന സംഭവമാണ്, കുറേ വർഷങ്ങളായിട്ട് വന്ന സംഭവമാണ്, അത് ആദ്യം വന്നത്. പിന്നെ നമ്മളെ ഇതിലെങ്ങനെ പോയാലും ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, അതിപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറിൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ ഓപ്പൺ ആകാൻ പോവാം. കണ്ടങ്ങൾ ഇതാണ് കാറിൻ്റെ വർക്ക്ഷോപ്പ്, ഇത് ഓപ്പൺ ആയില്ല, പണി കഴിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടെ ഒരു കൊച്ചു വീടുണ്ട്, കൊച്ചുള്ള രണ്ട് നില വീടുണ്ട്. പിന്നെ നമ്മളതാ ഇങ്ങോട്ട് നോക്കിയാൽ 90s കഫേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ. ഓക്കെ അതുപോലെ 90s കഫേ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇതാ അവിടെ ഓപ്പൺ ആയിട്ട്, അതെന്നോ കുറച്ച് മുന്നേ 4-5 മാസം ഓപ്പൺ ആയ സംഭവമാണ്, അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ വരാൻ പോകുന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ വേറെ സംഭവം വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഓപ്പൺ ആകാൻ പോവാണ്. ഇത് വേറെ ഇതൊരു ഹോട്ടലാട്ടോ. അപ്പം നിങ്ങൾ അതിന് മുമ്പ് കുറേ ഹോട്ടലൊക്കെ കാണിച്ചത്, ഇതൊരു ഹോട്ടൽ തന്നെയാണ്, പണി നടന്നു കൊടുക്കുകയാണ്. ഇതിന് നേരെ ബാക്കിൽ എയർടെലിൻ്റെ ഒരു ടവറും വന്നിട്ട് ഇതാണ് ഹോട്ടലിൻ്റെ മുതലാളി. കണ്ടാണ് ഇത് ഹോട്ടലിലല്ലേ വരാൻ പോണേ, ഒക്കെ വീഡിയോ അവിടെ നിന്ന് എടുത്ത് വരികയാണ്. അപ്പോൾ പുതിയൊരു ഹോട്ടലാണ് തുടങ്ങി. ഇതിൻ്റെ പേരെന്താ പേര് വിട്ടില്ല, അങ്ങനെ ഹോട്ടലാണ്, പണി നടക്കാൻ പോവാണ്, അതിൻ്റെ മുതലാളിയാണ് കിടക്കണേ. ഇങ്ങോട്ട് പോയാൽ നേരെ താഴത്തേക്ക് പോയാൽ നമ്മളെ മപ്പുറം പുളിക്കൽ ജുമാ മസ്ജിദാണ്. പിന്നെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ കാലി കിടക്കണ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ കാലി കിടക്കണം. ഇപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-4-5 മാസമൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും ഒരു സിറ്റിയായി മാറും ഈ സ്ഥലം. കണ്ടുകളെ ഇത് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ഇവിടെ പലതും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തോളൂ. ഓക്കെ.